ഹലോ എവരി വൺ, ഇറ്റ്സ് മീ ചന്ദ്രു. ആൻഡ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മാത്സ് 9ാം ക്ലാസ്സിലെ മാത്സിലെ ചാപ്റ്റർ 1 ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇത് ഇക്വേഷൻ ബേസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാമെന്നാണ് നോക്കുന്നത്. ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ദ പ്രൈസ് ഓഫ് എ ടേബിൾ ആൻഡ് ചെയർ ഈസ് 11,000 rupees. ദ പ്രൈസ് ഓഫ് ദ ടേബിൾ ആൻഡ് 4 chairs ഈസ് 14,000 rupees. വാട്ട് ഇസ് ദ പ്രൈസ് ഓഫ് ഈച്ച് എന്ന് പറയുന്ന സിമ്പിൾ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് നമുക്ക് എങ്ങനെ ഇക്വേഷൻ വെച്ച് സോൾവ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ക്വസ്റ്റ്യനിൽ എന്താണ്, ഫസ്റ്റ് സെൻറ്റൻസിൽ തന്നിട്ടുണ്ട് ഒരു ടേബിളിൻ്റെയും ഒരു ചെയറിൻ്റെയും പ്രൈസ് എന്ന് പറയുന്നത് 11,000 രൂപയാണ്. ഓക്കെ, അതുപോലെ തന്നെ രണ്ടാമത്തെ സെൻറ്റൻസിൽ കൊടുത്തിട്ടുണ്ട് ഒരു ടേബിളിൻ്റെയും 4 ചെയറിൻ്റെയും പ്രൈസ് എന്ന് പറയുന്നത് 14,000 രൂപയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഓരോന്നിൻ്റെയും വില എത്രയാണ്? നമുക്കിത് പല മെത്തേഡിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്ന ആ ഒരു ഫോമാണ് നമ്മൾ ഫോളോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്താണ്, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നമ്മൾ എക്സ് ആയിട്ട് എടുക്കുകയാണ്. ഇപ്പോൾ നമ്മൾ സപ്പോസ് ചെയറിൻ്റെ പ്രൈസ് എക്സ് ആയിട്ട് നമ്മൾ എടുക്കുന്നു. ഓക്കെ, പ്രൈസ് ഓഫ് ചെയർ എക്സ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ടേബിളിൻ്റെ പ്രൈസ് എത്രയായിരിക്കും? 11,000 മൈനസ് എക്സ് ആയിരിക്കും ടേബിളിൻ്റെ പ്രൈസ്. ഓക്കെ, ഇവിടെ കൊടുത്തിട്ടുണ്ട് പ്രൈസ് ഓഫ് ചെയർ ആസ് എക്സ് റുപ്പീസ് ആണെങ്കിൽ ടേബിൾ ഈസ് 11,000 മൈനസ് എക്സ് എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി രണ്ടാമത്തെ സെൻറ്റൻസിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ദ പ്രൈസ് ഓഫ് ദ ടേബിൾ ആൻഡ് 4 chairs ഈസ് 14,000 rupees എന്ന് തന്നിട്ടുണ്ട്. അതായത് ഒരു ടേബിളിൻ്റെയും 4 ചെയറിൻ്റെയും പ്രൈസ് എന്ന് പറയുന്നത് 14,000 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് പോവുകയാണ്. അതായത് ഒരു ടേബിളിൻ്റെ പ്രൈസ് നമുക്കിവിടെ കിട്ടി 11,000 മൈനസ് എക്സ് ആണ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ആദ്യത്തെ ഇതിൽ നിന്ന്, ആദ്യത്തെ സെൻറ്റൻസിൽ നിന്ന്. ഓക്കെ, അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ 4 ചെയറിൻ്റെ പ്രൈസ്, ഒരു ചെയറിൻ്റെ പ്രൈസ് എക്സ് ആണെങ്കിൽ 4 ചെയറിൻ്റെ പ്രൈസ് വരുന്ന 4x ആണ്. അപ്പോൾ 11,000 മൈനസ് എക്സ് പ്ലസ് 4x എന്ന് നമുക്ക് ആ ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടും. ഓക്കെ, 11,000 മൈനസ് എക്സ് പ്ലസ് 4x എന്നൊരു ഇക്വേഷൻ നമുക്ക് കിട്ടും. അതിൽ 11,000 മൈനസ് എക്സ് എന്ന് പറയുന്ന ടേബിളിൻ്റെയും പ്ലസ് 4x എന്ന് പറയുന്ന 4 ചെയറിൻ്റെയും പ്രൈസാണ്. ഇനി നമ്മളതൊന്ന് ഷോർട്ട് ആക്കുകയാണെങ്കിൽ ഈ മൈനസ് എക്സും പ്ലസ് 4x കൂടെ ആകുമ്പോൾ 3x വരും. ഓക്കെ, അടുത്ത സ്റ്റെപ്പിലേക്ക് പോവുകയാണെങ്കിൽ എന്താണ്, ഒരു ടേബിളിൻ്റെയും അതുപോലെ തന്നെ 4 ചെയറിൻ്റെയും പ്രൈസ് നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 14,000 എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, അത് വെച്ചുകൊണ്ട് നമ്മൾ ആ ഇക്വേഷൻ ഈക്വൽ ടു 14,000 കൊടുക്കുകയാണ്. ഓക്കെ, നമുക്ക് കിട്ടിയ ഇക്വേഷൻ ഈക്വൽ ടു 14,000 കൊടുത്തു. ഇനി നമുക്കിത് സോൾവ് ചെയ്താൽ മതി. 11,000 പ്ലസ് 3x ഈക്വൽ ടു 14,000 ആണെങ്കിൽ 3x എന്ന് പറയുന്നത് 14,000 മൈനസ് 11,000 ആയിരിക്കും, അത് 3,000. ഓക്കെ, അപ്പോൾ നമുക്ക് ആ 3 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ എക്സ് ഈക്വൽ ടു 1,000 rupees എന്ന് നമുക്ക് കിട്ടും. അതായത് എക്സ് എന്ന് പറയുന്നത് ചെയറിൻ്റെ പ്രൈസാണ്. ഓക്കെ, ഇനി ചെയറിൻ്റെ പ്രൈസ് 1,000 കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ മുകളിൽ കിട്ടിയ ടേബിളിൻ്റെ പ്രൈസ് എന്താണ്? 11,000 മൈനസ് എക്സ് ആണ്. അപ്പോൾ 11,000 നിന്ന് എക്സിൻ്റെ വാല്യൂ ആയിട്ടുള്ള എത്രയാണ് നമുക്ക് കിട്ടിയത്? ഓക്കെ, 1,000 അങ്ങോട്ട് നമ്മൾ കുറയ്ക്കുകയാണെങ്കിൽ 10,000 രൂപ കിട്ടും. ഓക്കെ, അതാണ് അതിൻ്റെ ആൻസർ. അതായത് ടേബിളിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 10,000-ഉം ചെയറിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 1,000 rupees-ഉമാണ്. ഓക്കെ, പിന്നെ അനദർ വേ എന്ന് പറഞ്ഞ് വീണ്ടും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ എന്താണ്, നമുക്ക് അവിടെ ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്ക് കിട്ടി. നമുക്ക് വേറൊരു മെത്തേഡിലൂടെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതായത് 2 ഇക്വേഷൻസ് നമുക്ക് ഫോം ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മൾ ആ ആൻസർ കണ്ടുപിടിച്ചു. വേറെ മെത്തേഡ് നമ്മൾ ജസ്റ്റ് പറയുന്നതേ ഉള്ളൂ. ആ മെത്തേഡ് എന്ന് പറയുന്നത് ഫസ്റ്റ് കൊടുത്തിരിക്കുന്ന സെൻറ്റൻസിൽ എന്താണ്, ഒരു ടേബിളിൻ്റെയും ഒരു ചെയറിൻ്റെയും പ്രൈസ് 11,000 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 2 വേരിയബിൾസ് ഇവിടെ എടുക്കുകയാണ്, എക്സും വൈയും എടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ചെയറിന് എക്സ് എന്നും ടേബിളിന് വൈ എന്നും കൊടുക്കുകയാണെങ്കിൽ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 11,000 എന്ന് എഴുതാം. അടുത്ത ഇതിൽ 4x പ്ലസ് വൈ ഈക്വൽ ടു 14,000 എന്നും എഴുതാൻ പറ്റും. ഓക്കെ, അങ്ങനെ പല രീതിയിൽ മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് ഫസ്റ്റ് ഇക്വേഷനിൽ നിന്ന് എന്താണ്, വൈ ഈക്വൽ ടു നമുക്ക് 11,000 മൈനസ് എക്സ് എന്ന് എഴുതാം. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ഇക്വേഷനിൽ നിന്ന് കിട്ടും എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 11,000 എന്ന് കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് വൈ ഈക്വൽ ടു 11,000 മൈനസ് എക്സ് ടെക്സ്റ്റിൽ അതുപോലെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഈ വാല്യൂ വൈയുടെ കിട്ടിയ വാല്യൂ നമ്മളിവിടെയുള്ള രണ്ടാമത്തെ ഇക്വേഷൻ, അതായത് 4x പ്ലസ് വൈയിൽ
ആ വൈയുടെ വാല്യൂ അങ്ങോട്ട് കൊടുക്കുന്നു. അതാണ് 4x പ്ലസ് 11,000 മൈനസ് എക്സ് ഈക്വൽ ടു 14,000 എന്ന് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി അത് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ 11,000 പ്ലസ് 3x ഈക്വൽ ടു 14,000 എന്ന് വരും. പിന്നെ നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ സോൾവ് ചെയ്യുമ്പോഴും നമുക്കിതിൻ്റെ പ്രൈസ് കിട്ടുന്നതാണ്. ഓക്കെ, ഇനി 2 മെത്തേഡ്സ് ഉണ്ട്. ഇപ്പം നമുക്ക് ആൻസർ കണ്ടുപിടിക്കുക, അതായത് ഇക്വേഷൻ ഫോം ചെയ്തിട്ട് ആൻസർ കണ്ടുപിടിക്കുക എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു പ്രോബ്ലം ആയിട്ട് അടുത്ത ദിവസം കാണാം. സോ ഗൈസ്, സീ ഇൻ ദ നെക്സ്റ്റ്. തബ് തക്ക് के लिए ओके बाय.